ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ധ്യാ തിരുവചന ധ്യാനത്തിൽ പാപത്തിൻ്റെ യാഥാർത്ഥ്യവും ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ നമുക്ക് ലഭിച്ച സൗജന്യമായ കൃപയെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, പഠിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 തിരുവചന ഭാഗമാണിത്. ഈ ധ്യാനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും മനസാന്തരവും ദൈവസ്നേഹവും പുതുക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സമാധാനം ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സന്ധ്യയിൽ ദൈവവചനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ വചനം മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥയും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത ആ കരുണയും ഒരുമിച്ച് വെളിപ്പെടുത്തുന്ന ഒരു മഹത്തായ സത്യവചനമാണ്. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ സന്ധ്യയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിനയത്തോടെ നിൽക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ ചിന്തയാലും വാക്കുകളാലും പ്രവൃത്തിയാലും ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ കണ്ണുകൾ തുറന്ന് ദൈവകൃപയുടെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ധ്യാനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാനസാന്തരത്തിൻ്റെ തീ ജ്വലിപ്പിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ് ഇന്നൊരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. എല്ലാവരും പാപം ചെയ്തു. ഈ വചനത്തിൽ ഒരു ഒഴിവാക്കലുമില്ല. ഇതിൽ ധനികനും ദരിദ്രനും വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും പാപത്തിൻ്റെ മുറിവേറ്റ മനുഷ്യരാണ്. ഇത് നമ്മെ നിരാശപ്പെടുത്തുവാൻ വേണ്ടി എഴുതിയതല്ല, നമ്മെ വിനയത്തിലേക്ക് നയിക്കുവാനാണ്. നാം എത്ര നല്ലവരാണെന്നു കരുതിയാലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നാം എല്ലാവരും അവിടുത്തെ കരുണയെ ആശ്രയിക്കുന്നവരാണ്. പാപം നിയമലംഘനം മാത്രമല്ല, ഈ തിരുവചന ഭാഗത്തു നാം കാണുന്നു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപം ദൈവത്തോടുള്ള ബന്ധം തകർക്കുന്ന ഒരവസ്ഥയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടു, എന്നാൽ പാപം ആ മഹത്വത്തെ മറച്ചു. അതിനാലാണ് നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ശൂന്യതയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇവിടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകൾ കേൾക്കുന്നു. അവന്റെ കൃപയാൽ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ പുണ്യം കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ സൗജന്യ കൃപ കൊണ്ടാണ്. കുരിശിൽ യേശുതമ്പുരാൻ തൻ്റെ ജീവൻ സമർപ്പിച്ചപ്പോൾ മനുഷ്യന് തിരികെ ദൈവത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ കുർബാനയിൽ ആ കുരിശിൻ്റെ സ്നേഹം ഇന്നും നമ്മിലേക്ക് ഒഴുകുന്നു. വിശുദ്ധ കുംഭസാരത്തിൽ ആ കൃപ ഇന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. തിരുവചനത്തിൽ ആ കൃപ ഇന്നും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം പറയുന്നത് ഇതാണ്: നീ വീണുപോയി, എന്നാൽ ഞാൻ നിന്നെ ഉയർത്തും. ഇതാണ് കൃപ. പ്രിയമുള്ളവരെ, നീതീകരണം എന്നത് ദൈവം പാപിയെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവിലൂടെ തൻ്റെ മകനായി സ്വീകരിക്കുന്ന ഒരു മഹത്തായ ദാനമാണ്. ഇന്ന് നാം സ്വയം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവകൃപയെ സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ മാനസാന്തരത്തിന് തയ്യാറാണോ? ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ? കാരണം കൃപ സ്വീകരിച്ചവൻ കൃപ പങ്കിടുകയും ചെയ്യും. ഈ സന്ധ്യയുടെ ഈ യാമത്തിൽ ആ കുരിശിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവിടെ നമ്മുടെ പാപത്തിൻ്റെ വിലയും ദൈവസ്നേഹത്തിൻ്റെ ആഴവും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ആ കുരിശ് നമ്മോട് പറയുന്നു, നിന്റെ പാപത്തേക്കാൾ വലുതാണ് എൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അതിനാൽ നീ നിരാശപ്പെടേണ്ട.
ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. അവിടെ ഇന്നും തുറന്ന കൈകളോടെ നിനക്കും എനിക്കും വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. മാനസാന്തരത്തിന്റെ കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കും, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കും, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും ഞങ്ങളെ അവിടുന്ന് നയിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. യുവജനങ്ങൾക്ക് വിശുദ്ധ ജീവിതത്തിന്റെ കൃപ നൽകണമേ. മരണഭയത്തിൽ കഴിയുന്നവർക്ക് നിത്യജീവന്റെ പ്രത്യാശ നൽകണമേ. പരിശുദ്ധ കന്യക മറിയത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ ധ്യാനം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. ദൈവവചനം കൂടുതൽ ഹൃദയങ്ങളിലേക്ക് എത്തുവാൻ തീരം എന്ന ഈ ചാനൽ സഹായകമാകട്ടെ. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ കൃപയും കർത്താവായ യേശുമിശിഹായുടെ സമാധാനവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.